അപ്പോൾ ഗൈസ് നമ്മളിന്ന് വൺസ് മോർ കളിക്കാൻ പോവുകയാണ് ഗ്രാനി ചാപ്റ്റർ 1. നമ്മൾ കഴിഞ്ഞ തവണ ഒന്നും ജയിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത്തവണ ജയിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം ഗൈസ്. എന്നാലേ നമുക്ക് ഇച്ചിരി പവറൊക്കെ വേണ്ടേ ഗൈസ് ഇങ്ങനെ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നേരെ തുടങ്ങാൻ പോവുകയാണ് ഗ്രാനി ചാപ്റ്റർ 1 വൺസ് മോർ. അപ്പോൾ നമുക്ക് ഇത്തവണ എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ ഗൈസ്. എന്തോ കുറേ ദിവസമായിട്ട് നമ്മൾ തോറ്റുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ല, ദാറ്റ് സോറി ഗൈസ്. പിന്നെ ഗ്രാനിനെ നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് വരണതെന്ന്. നമ്മളിത് ആദ്യമേ തുറന്നിട്ടുണ്ട് ഗൈസ്. ഫ്രഞ്ച് കിട്ടി. ഫ്രഞ്ചിൻ്റെ ഉപയോഗം നമ്മളിപ്പോഴേ അങ്ങ് ചെയ്തേക്കും. പിന്നെ ഫ്രഞ്ച് എവിടെയെന്ന് നമ്മൾ മറന്നു. കഴിഞ്ഞോണം ഓർമ്മയുണ്ടോ ഗൈസ്? എല്ലാം കിട്ടി, ഫ്രഞ്ച് മാത്രം കിട്ടിയില്ല ഗൈസ്. ആദ്യം ഈ ഫ്രഞ്ച് എന്നാലും ഉപയോഗം എന്താണ്? ഓ ഗ്രാനി ഇവിടെ വേറെ എന്താണ് നമുക്ക് നേരെ എവിടെ നിന്ന് ഈ സാധനം കൊടുക്കാം. സ്പാർക്ക് പ്ലഗ് ഉപയോഗമുണ്ട് ഗൈസ്. ഉപയോഗമുള്ള താഴെ ഗ്രാനി. ഇപ്പം നമ്മൾ ബുക്കെടു പെട്ടെന്ന് നമ്മൾ ബുക്ക് കൊണ്ടുവരിക. ഗൈസ് ഇവിടെ ഒന്നുമില്ലേ, ഒരു തണ്ണിമത്തൻ. കോഡ് നമ്പർ 1 ആണ്. മേളിൽ കയറാം. നമ്മൾ നേരെ നല്ലൊന്നുമില്ല ഗൈസ്. വാ പൊടി. ഇവിടെ ഇല്ലാണ്ട് ഇവിടെ വരുമ്പോൾ ഒരു കീയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും ഗൈസ്. ഗ്രാനി വന്ന ഗൈസ്. ഗ്രാനി എവിടെ നിന്നൊക്കെ നമ്മൾ ഫുൾ ഈ ഗെയിം ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. നേരെ നമ്മളിങ്ങോട്ട് താഴോട്ട് പോകാം. പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. കാറ്റ് കിട്ടി. കാറിൻ്റെ ബാറ്ററി വല്ലതും ഇല്ല. ഓ കിട്ടിയില്ല. ജസ്റ്റ് നമുക്ക് ഈ വാട്ടറിലാണ് നേരെ പോകാം. നമ്മളിവിടെ വയ്ക്കാൻ പോകണം ഗൈസ്. വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെയെന്ന് എന്തിനാണ് കിട്ടിയ മാസ്റ്റർ കീ, ഹൗസ് കീ. നമ്മളെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള കീയാണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നേരെ അങ്ങോട്ട് താഴോട്ട് പോയാണ് ഗൈസ്. താഴോട്ട് പോയിട്ട് നമുക്ക് നേരെ ഒരു വല്ലതും സ്പൈഡർ. നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്താലും നമുക്ക് 3 സാധനങ്ങൾ ഇങ്ങനെ കാറിൻ്റെ റിലേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നേരെ നമുക്ക് ഇങ്ങോട്ട് കറങ്ങിപ്പോയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയിക്കാം. മീറ്റ് എന്തായാലും സ്പൈഡറിൻ്റെ സ്ഥലത്തായിരിക്കും, മറ്റേ ഗ്രാനി സ്പൈഡർ. അങ്ങനെ എന്തരാ ഒരു സാധനം ഉണ്ട് അവിടെ, എന്തരാ ഒരു ജീവിയാണ്. നമുക്ക് നേരെ ഇങ്ങോട്ടത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് താഴോട്ട് തന്നെ പോകുന്നത്. നമ്മൾ താഴോട്ട് പോയിട്ട് മറ്റേ ഓക്കെ. ഗ്രാനി താഴെ ഉണ്ട് ഗൈസ്. നമ്മളെ കണ്ടു ഗൈസ്. ഗ്രാനി വരെയാണ്. നമ്മൾ നേരെ ഇങ്ങോട്ടങ്ങ് പോവും. വീണ് ഗൈസ്, വീണ്. ഓക്കെ, നമുക്കിത് കിട്ടി. നമ്പർ 1 ആണ്, ഓർത്ത് വയ്ക്കണം നമുക്ക്. പിന്നെ ഇവിടെ ഒന്ന് പേടിച്ചു ഗൈസ്. നമുക്ക് നേരെ ചത്തിട്ടുണ്ട്. നമുക്കിനി നേരെ അങ്ങോട്ട് താഴോട്ട് നമ്മൾ
സ്പൈഡർ കീ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാം. ഗ്രാനി അവിടെ സ്പോണാവാതിരുന്നാൽ മതി. ചില സമയത്ത് ഗ്രാനി നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും അല്ല സ്പോണാവാം. നമുക്കൊന്ന് താഴോട്ട് പോയിട്ട് മേളിലോട്ട് കയറാം. ഇപ്പം ഇത് ഗ്രാനി അവിടെയല്ലേ സ്പോണായ. അയ്യോ ഓ ഗൈസ് കണ്ട ഗ്രാനി വേറെ സ്ഥലത്തോട്ട് കാണാം. ഓ ഗൈസ് ഇപ്പം റൊട്ടേഷൻ ഇവിടെ നല്ല അത് ഗ്രാനി ഗ്രാനിനെ കറക്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ട്രാപ്പായില്ല. ഓക്കെ നമുക്ക് നേരെ താഴോട്ട് പോവാം. സ്പൈഡർ കീ എടുക്കുക. എനിക്ക് ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈഡർ കീ ആണ്. നല്ല കീ എന്ന് വെച്ചാൽ നല്ല ലുക്കുള്ള കീ ആണ് അല്ലേ ഗൈസ്. നേരെ നമ്മൾ ഇത്രയും പെട്ടെന്ന് ചത്തുപോയി ഗൈസ്. 2 ആണ് അതും. എന്ത് കഷ്ടമാണ് ഗൈസ്. അപ്പം നമ്മളുടെ 2 ലൈഫ് പോയി. ഞാൻ എന്തിനാണ് എന്നെ തന്നെ പിച്ച് അടിക്കാം. നമ്മൾ നേരെ അങ്ങോട്ട് താഴോട്ട് പോവുക. സ്പൈഡർ കീ വെക്കുക. ബാക്കി 3 ലൈഫ് സേവ് ചെയ്ത് വെക്കുക. അതാണ് നമ്മളിപ്പോൾ ഇതെന്ന് വെച്ചാൽ. ഗ്രാനി ഇപ്പോൾ ഭയങ്കര ടെററാണ് ഈ ഗെയിമിൽ. അതുകൊണ്ട് നമ്മൾ ഗ്രാനിയുടെ എന്തായാലും രക്ഷപ്പെടാൻ പോണില്ല. ആണ് തോന്നുന്ന വീണ്ടും. ഓക്കെ ഗൈസ് നമ്മൾ താഴോട്ട് സേഫായിട്ട് എത്തി. പക്ഷേ ഇവിടെ സേഫായിട്ട് എത്തിയാലും ഇവിടെ ഭയങ്കര പാടാണ്. നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം. ഹാമർ കിട്ടി ഗൈസ്. ഹാമർ ഈസ് യൂസ്ഫുൾ. നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ ഇവിടെ ഒരു ഇത് ഇവിടെ നിന്ന് തന്നെ പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തരാണ് കിട്ടുന്നത്? ഒന്നും കിട്ടിയില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് സ്കൂട്ടായി. ഓക്കെ ഗൈസ് നമ്മൾ വന്നത് തന്നെ ഹാമർ എടുത്ത് നല്ലൊരു സ്ഥലത്താണ്. 2 3 പ്ലാങ്ക് ഇട്ടിട്ടുണ്ട് താഴെ. ഗൈസ് ഇതെന്തരാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞപ്പോൾ ഞാൻ ഈ ഹാമർ എടുത്ത് മേളിലുള്ളതും കൂടി പൊട്ടിച്ചിട്ട് വരാം. ചില സമയത്ത് തന്നെ സൈലൻ്റ് ആയിപ്പോവും. അത് നിങ്ങളൊന്നും ചെയ്യണ്ട. അത് ചിലപ്പോൾ ഗ്രാനി ഏറ്റവും അടുത്തുണ്ടെങ്കിൽ സൈലൻ്റായി പോണതാണ്. നേരെ ഒന്ന് മേളിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കുറച്ച് ഇവിടെ ഇങ്ങനെയൊക്കെ. ഓക്കെ ഗൈസ് നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട്. ഗ്യാസ് നമുക്കിതങ്ങോട്ട് പൊട്ടിക്കാൻ ഗൈസ്. നേരെ പൊട്ടിച്ച് ഓ ഗൈസ് ഓ ഗ്രാനി കുട്ടിയുള്ള ആളാണ്. നേരെ ഇങ്ങോട്ട് തുറന്ന് എന്താണ് ഗൈസ് നമ്മളിനി സ്പൈഡർ ഏരിയയിൽ പോയിട്ട് മറ്റേ 1 നമ്മൾ ഇതാക്കണം. ഓക്കെ നമ്മൾ താഴെ വന്ന് വീഴും. ഓക്കെ നമ്മൾ താഴെ നമ്മൾ പോവുകയാണ്. സ്പൈഡർ അമ്മ എവിടെയാണ് നമുക്ക് അറിഞ്ഞുകൂടാണ്ട് ഇച്ചിരി പണിയാ. ഓക്കെ ഗൈസ് ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. സൂപ്പർ സ്പൈഡർ റിട്ടേൺ ആയി കാണണം.
നമ്മൾ സ്പീഡ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനായിട്ട് കട്ടിങ് വേറൊന്നും തരും. അതിനായിട്ട് ചെയിൻ കട്ടർ ഞാൻ പെട്ടെന്ന് അങ്ങ് വായിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം അങ്ങ് മാറിപ്പോയി. ഇങ്ങോട്ട് കയറാം. തിരിച്ചു എത്ര ആണെന്ന് നോക്കി. നമ്മൾ നേരെ കട്ടിങ് പ്ലെയർ വെച്ച് എവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാനുള്ളത്? നമ്മൾ നേരെ ഇതെടുക്കാൻ പോവുകയാണ്. ഇതെടുത്തിട്ട് നമുക്ക് മറ്റേ സ്ഥലത്ത് കൊണ്ട് ഇത് യൂസ് ചെയ്യാം. ഗ്രാനി എവിടെ നിന്ന് വരുമെന്നാണ് തോന്നുന്നത്. നോ, ഗ്രാനി നമ്മൾ ഒരു സ്പ്രേ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ് ഗ്രാനിയുടെ കണ്ണി വെച്ചിട്ട് ഗ്രാനി കണ്ണ് അടഞ്ഞിരിക്കും. അതുവരെ നമുക്ക് ഫുൾ വീടൊന്ന് ചെക്ക് ചെയ്യാം. വീട്ടിൻ്റെ അകത്ത് അധികമായിട്ടൊന്നും ഇല്ലല്ലോ ഗൈസ്. ഓ മൈ ഗോഡ്. ഓ ഗൈസ് ഹാക്ക് ഗൈസ്, നമുക്ക് ചത്തുപോയേനെ. ജസ്റ്റ് മിസ്. ഗ്രാനി ഇങ്ങോട്ട് വരും. നമുക്കിത് അടച്ചിട്ട് താഴോട്ട് പോകാം. എന്നിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ബാക്ക് ഭാഗം തുറന്ന് നോക്കാം. ചിലപ്പോൾ അവിടെ നിന്ന് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇതാണ് വെപ്പൻ കീ ഗൈസ്. വെപ്പൻ കീ ആവശ്യമുണ്ട്. നമ്മൾ നേരെ മേളിലോട്ട് ഇപ്പോൾ പോകാൻ പോവുകയാണ് ഗൈസ്. മേളിലോട്ട് പോയിട്ട് വെപ്പൻ നമുക്ക് എടുക്കണം. ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് വെപ്പനെടുത്ത് താഴോട്ട് വന്നിട്ട് ഗ്രാനീനെ ഒന്ന് പെട്ടെന്ന് 2 മിനിറ്റത്തൊക്കെ തീർത്ത് അത് എന്നിട്ട് നമുക്ക് പെട്ടെന്ന് സ്പൈഡറിൻ്റെ അടുത്ത് പോകണം. അതാണ് നമ്മളെ പണി. നമ്മൾ ഗ്രാനീനെ തള്ളിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ഒരു എന്താണ് എൻ്റെ പേര് അത് മതി. മറ്റേ ഷോർട്ട് ഗൺ ഒരു വെപ്പൻ. ഇത് നമ്മളെടുത്തോണ്ട് നമ്മൾ നേരെ മേളിലോട്ട് പോകണം. മേളിലോട്ട് പോയിട്ടില്ല, ഇവിടെ നിന്ന് നമ്മൾ എയിം ചെയ്യില്ല. ഇതടയും. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരിക. ബേർഡ് ഫുഡ്. എനിക്ക് ഉറപ്പാണ് ഈ ബേർഡിൻ്റെ ഏറ്റവും അഴുക്ക സാധനങ്ങളെ കിട്ടുള്ളൂ ഗൈസ്. അത് ഉറപ്പാണ്. ഗ്രാനിയുടെ ഗെയിം ഞാൻ ഇത്രയും നാളായിട്ട് കളിച്ചിട്ടുള്ളതല്ലേ. പിന്നെ എനിക്കറിയാം ഈ ബേർഡ് എന്തഴുക്ക സാധനമാണെന്ന്. ഈ ബേർഡിൻ്റെ ആ ഗ്രാനി ഒന്നും വയ്ക്കൂല. വല്ലതും തിന്നാൻ കൊടുത്താൽ മതി. അപ്പം നമ്മളടുത്ത് ഉണങ്ങിക്കോ. എന്നിട്ട് വീണ്ടും കൊടുക്കണം. അപ്പം വീണ്ടും ഉണങ്ങും. അങ്ങനത്തെയാണ് ഈ ബേർഡ്. റിയൽ ലൈഫ് പറയാൻ പറ്റൂല. ഗ്രാനിയുടെ വീട്ടിലുള്ള ഇതെന്തരാണ് ഗൈസ്? ഇതാണ് മറ്റേ ഇതെന്ത് പേരാണ് പറയാൻ പോലെ. നമുക്ക് നേരെ ഇത് താഴെയാണ് യൂസ്. ഇത് റെസ്റ്റി പാഡ്ലോക്കിയാണ്.
അതുകൊണ്ട് ഞാൻ താഴോട്ടിട്ടേക്ക്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു റെസ്റ്റി ലോക്കുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അത് കണ്ടായിരുന്നു, അവിടെ ഒരു റെസ്റ്റി ലോക്കുണ്ട്. അതിനാണ് ഈ റെസ്റ്റി. പിന്നെ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി പെപ്പർ സ്പ്രേ. എൻ്റെ പേര് പെപ്പർ സ്പ്രേ ആണ് ഗൈസ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് വായിച്ചു നോക്കുന്നത് പെപ്പർ സ്പ്രേ ആണെന്ന്. ജസ്റ്റ് സേഫ്റ്റിക്ക് നമ്മൾ പെപ്പർ സ്പ്രേയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഇതെടുക്കുക. പിന്നെ നമ്മൾ സിലിണ്ടറിനേക്ക് കൊടുക്കുമ്പോൾ എന്താണ് ഗൈസ് ഉപയോഗം, നമ്മളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ. നമ്മൾ നേരെ പോകുന്നു, താഴോട്ട് പോകുന്നു. ഗ്രാനി എവിടെയാണോ എന്തോ സ്പൂണായി ഗൈസ്, എനിക്കറിഞ്ഞൂടാ. നേരെ നമ്മളിങ്ങോട്ട് ചാട്. എത്ര നേരം എടുക്കുക എന്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മൾ നേരെ ഇത് ഓക്കെ ഓക്കെ ഓക്കെ. എൻജിൻ പാർട്ട് ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. നമുക്ക് എൻജിൻ പാർട്ടും കിട്ടി ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വയ്ക്കാൻ പോവുകയാണ്. നേരെ ഇങ്ങോട്ട് പോയി ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കില്ല. ഇവിടെ വീൽ ഓയിൽ രണ്ടേ വീലാണ് ഗൈസ്. ഞാൻ ഒന്ന് താഴോട്ട് പോയിട്ട് വല്ലതും ഉണ്ടാവും ചെക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. ഈ ഗെയിമിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത എനിക്ക് എന്താണ് ഒരു എസ്കേപ്പിൻ്റെ സാധനങ്ങൾ കിട്ടാത്ത ഗൈസ്. പിന്നെ എനിക്കറിയാം അവിടെ ഒരു ലിവറിൻ്റെ ആവശ്യമുണ്ട്. ഇത്രയും നാളായിട്ട് ഈ ലിവറാണോ ആ ലിവറിനൊന്ന് നോക്കട്ടെ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ ലിവർ വേറെ എന്തെല്ലാം ഉപയോഗിക്കാൻ പറഞ്ഞത് ഗൈസ്, എനിക്ക് ഒരു സംശയമാണ്. ഈ സ്പീഡിൻ്റെ പ്രവർത്തനം സ്പൈഡറിന് ഇച്ചിരി സംശയം ഉണ്ടെന്ന് തോന്നുന്നു. നേരെ ഇങ്ങോട്ട് കയറി ഗൈസ്. കൈൻഡ് ഓഫ് എ ലിവർ ഇതല്ലേ ഗൈസ് ആ ലിവർ? എന്തരാണ്? നമുക്ക് ഇതുവരെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടില്ല. ഓക്കെ, നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. പിന്നെ കത്തുകയാണ് ഞാൻ. ഈ സ്പൈഡർ ഈ ഗെയിമിലുള്ള എല്ലാവരും ഇല്ലേ സൈക്കോപാത്തുകളാണ്. ഷോട്ട് ഗൺ പാർട്ട് അങ്ങനെ കിട്ടി ഗൈസ്. നമുക്ക് നേരെ ഇവിടോട്ട് അങ്ങ് വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരെ വെപ്പൻ എടുക്കണം. വെപ്പൻ നമ്മൾ ലാസ്റ്റ് ഗ്രാനിയൻ കൊന്ന മേളിലത്തെ പാർത്താണ്. അപ്പോൾ മേളിലോട്ട് നമുക്ക് പോവാം. എന്നിട്ട് വെപ്പൻ എടുക്കണം. ഇച്ചിരി സ്പാർക്ക് പ്ലഗ് ഇല്ല, ഇങ്ങോട്ട് വയ്ക്കാൻ കഴിയും. ഓ ഗ്രാനി ഇപ്പോൾ ഇങ്ങോട്ട് വരാതിരുന്ന മതിയായിരുന്നു. ഓ ഗ്രാനി ഓക്കെ. എനിക്ക് ഗ്രാനി അവിടെ നമുക്ക് ആ വെപ്പൻ എടുത്തിട്ട് വരാം. എവിടെയാണ് അത് ഇട്ട ഗ്രാനീന്? ഓ നമ്മൾ മേളിലാണല്ലേ കഴിച്ചിട്ട്, ഞാൻ മറന്നുപോയി. ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് നമ്മൾ ഇതെടുക്കും. ചാർജ് കുറവാണ് ഈ ഫോണിൻ്റെ. കുത്താം, ഇപ്പം കുത്തും. കറക്റ്റ് ടൈമിങ് ഗ്രാനി. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല ടൈമിങ് കിട്ടുന്നത്? വെരി വെരി ഗുഡ്. നമുക്കിനി നേരെ പോവാം സ്ക്രൂ ഡ്രൈവർ. അതാണ് നമ്മളെ ഇനി ലാസ്റ്റ് ഹോപ്പ്.
നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് താഴോട്ടും അല്ലെങ്കിൽ നമ്മൾ സ്പൈഡറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെക്കും. സേഫ് കീ ഗൈസ്, നമ്മൾ സേഫിനെ കുറിച്ച് മറന്നുപോയി. നമ്മൾ സേഫ് ആവശ്യമുള്ള സാധനമല്ലേ. സേഫ് ചെയ്യുന്ന എന്തരാണ് കിട്ടണം? സേഫ് കട്ടിംഗ് പ്ലെയർ നമുക്ക് ആവശ്യമുണ്ടോ? ഐ നീഡ് എ പാഡ്ലോക്ക്. നമ്മൾ എവിടെയെങ്കിലും ഇനി ചെക്ക് ഒരു സ്ഥലം, അതൊരു ചെറിയൊരു ഓർമ്മ, അത് ഒരു സ്ഥലമുണ്ട് എന്നാലും ഇൻ ദ ഔട്ട്സൈഡ്. എന്നിട്ട് നമ്മൾ താഴെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഒന്നും കിട്ടൂല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ടുണ്ട്. ഗ്രാനി നമ്മൾ ട്രിക്ക് ചെയ്യാണ്. ഇനി നമുക്ക് നേരെ ഈ സ്ക്രൂ ഡ്രൈവർ നമ്മൾ എവിടെ ഉപയോഗിച്ചാൽ ഇത് നേരെ താഴോട്ട് എടുത്തുകൊണ്ട് പോവാം. എന്തായാലും ഇതിവിടെ ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഒരു എസ്കേപ്പ് എങ്കിലും ചെയ്യണം ഗൈസ്. ചുമ്മാ നമ്മൾ ഇത്രയും കളിച്ചിട്ട് എസ്കേപ്പ് ഒന്നും ആകായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റൂല. ഗ്രാനിയാണ് ഗൈസ്, നിങ്ങൾക്കറിയാമല്ല. നേരെ ചൊവ്വ പാടാം, അതുകൊണ്ടാണ് എനിക്ക് നേരെ ജയിക്കാൻ പറ്റാത്ത. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ജയിച്ചിരിക്കും ഗൈസ്, നമ്മൾ ജയിച്ചിരിക്കും. ഇപ്പോൾ ഉറപ്പ് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ നേരെ താഴോട്ട് പോയിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ് ഇടുക, റൈറ്റ് ഇടുക, പിന്നെ സെൻറ്റർ ഇടുക, മെടുക്കുക. ഓക്കെ, നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്ത് താഴോട്ടൊന്ന് കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ പാട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഈ പാട്ട് നമ്മൾ നേരെ താഴോട്ട് പോവുക. താഴോട്ട് പോയിട്ട് ഗൈസ് അങ്ങോട്ട് പോവുക ഗൈസ്. നമ്മൾ നേരെ അണ്ടർ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. ഗ്രാനിയുടെ ഗൈസ്. ജസ്റ്റ് മിസ്സാണ് ഗൈസ്. ഈ സാധനത്തിന് കണ്ണില്ലെന്ന് വെച്ചാൽ നമ്മൾ കണ്ണുണ്ടായിരുന്നു. നേരെ പോയി ഇവിടെ കയറാം. ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് അഴിക്കാം ഗൈസ്. ഇതൊക്കെ എങ്ങനെ എനിക്കറിയാമെന്നല്ലേ. നിങ്ങൾ എത്ര നാളായിട്ട് ഇത് കളിച്ച് ജയിക്കുക എസ്കേപ്പ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഗൈസ്, എനിക്ക് എസ്കേപ്പിൻ്റെ ഒന്നും കിട്ടണില്ല. വൈ എനിക്ക് വേണം എസ്കേപ്പിൻ്റെ വല്ല. ഞാൻ എങ്ങനെ എസ്കേപ്പ് ആകും ഗൈസ്? എനിക്ക് എസ്കേപ്പായേ പറ്റത്തുള്ളൂ ഗൈസ്. നമ്മൾ നേരെ ഇങ്ങോട്ടും കയറാൻ പോകും. ഒന്നും എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റിയാൽ മതിയായിരുന്നു ഗൈസ്. ഈ ഗ്രാനിയുടെ വീട്ടിൽ ഇരുന്ന് കുറേ നാളായിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഒന്നെങ്കിലും ഒന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയായിരുന്നു. ഗ്രാനിയുടെ വീട്ടിൽ എനിക്ക് എന്താണൊന്നും കിട്ടാത്ത? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഒരു ക്വസ്റ്റ്യൻ. ഗ്രാനി എവിടെയൊക്കെ? ഗ്രാനീനൊന്ന് ഉറക്കാം ഗൈസ്. നമ്മൾ നേരെ പോവാം. നമ്മളെ ഗ്രാനി കണ്ട് ഗൈസ് അടിച്ച്. ഞാൻ ഗ്രാനീനെ കണ്ടില്ല, ഗ്രാനി എന്നെ കണ്ട്. വൈ ഗ്രാനിയുടെ കണ്ണി ഗൈസ്. എനിക്ക് എന്തായിരുന്നു ഇവിടെ കുറേ നാളായിട്ട് തോറ്റോണ്ടിരിക്കുകയാണ്. ഈ ഗെയിം ഫുള്ളൊന്ന് പഠിച്ചിട്ട് വരണം. ഗ്രാനി 2 എസ്കേപ്പ്, ഗ്രാനി 3 എസ്കേപ്പ്, ഗ്രാനി 1 നോ എസ്കേപ്പ്. വൈ? ബിക്കോസ് ഐ ആം noob. ഈ ലോകത്തിൽ ഇത്രയും വലിയ നൂബിനെ ആരും കണ്ടു കാണൂല ഗൈസ്. എന്നാലും ഗ്രാനിനെ കൊല്ലാൻ എനിക്ക് ഒരു മടിയില്ല. ഒന്നു ഗൈസ്. ഇനി നമ്മൾ നേരെ താഴോട്ട് പോകുന്നു. താഴോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുക്കുന്നു, റൈറ്റ് എടുക്കുന്നു. ഓ ഗൈസ്, ഫോണിൻ്റെ ചാർജ് 2ആണ്. ഞാൻ പോയി കുത്തട്ടെ ഗൈസ്. ഓ മൈ ഗോഡ്, ചാർജ് റിവീൽ. ഓ മൈ ഗോഡ് ഗൈസ്. ഞാൻ ഒറ്റൊരു ഓട്ടം ഓടിയിട്ടുണ്ട് ഗൈസ്, ഉസൈൻ ബോൾട്ടിനെ പോലെ. ചാർജ് ഊത്തി ഗൈസ്. ഓക്കെ, ഉസൈൻ ബോൾട്ട്. നമ്മൾ നേരെ ഇങ്ങോട്ട് കയറുന്നു. ഓക്കെ ഗൈസ്, നമ്മളിങ്ങോട്ട് പോകുന്നു ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഈ ഗ്രാനി കാര്യത്ത് ഗ്രാനി 1 എന്താണോ ഒന്നും കിട്ടാത്തത്.
എനിക്കിനി നോർമൽ മോഡാറ്റം കളിച്ചു നോക്കണം ഗൈസ്, ഇങ്ങനെ ഗ്രാനിയുടെ നിന്ന് കിട്ടാൻ വേണ്ടി. ഞാനൊരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ വെടിവെച്ചാലേ കയറുന്നു നമുക്ക് അവിടെ ആവശ്യമുള്ളതായിട്ട് ഒന്നുമില്ല ഗൈസ്. എന്താണ് ഗൈസ് ഈ ഗെയിം ഇങ്ങനെ? എനിക്കിനി എങ്ങോട്ടാണ് ഗൈസ് പോവേണ്ടേ? എനിക്ക് പെഡലോക്ക് ഇനി എവിടെ നിന്നാണ് ഗൈസ് കിട്ടണത്? ഫുള്ളി ഒരു കൺഫ്യൂഷനാണ് ഗൈസ്. നമുക്ക് പെഡലോക്ക് വേണം. സേഫ്റ്റി നമ്മൾ തുറന്നിട്ട് വെച്ചേക്കണം. നമുക്ക് ഉപയോഗമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇത് കഷ്ടമാണ് ഗൈസ്. വൈ ഗ്രാനി വൈ ആർ യു ഡൂയിങ് ലൈക്ക് ദിസ്? നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോണേന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ കുറേ നേരമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുകയാണ് ഒരു നമ്പർ. ഓക്കെ ഞാൻ മേളിലല്ലോ മിസ് അറ്റൻഡ് ചെയ്തായിരുന്നു ഗൈസ്. അതിനാ ചെടി എടുത്ത് കൊടുത്തിട്ട് വരാം. എനിക്കെല്ലാം ഒന്നും മനസ്സിലാവണ്ട. എത്ര ഹാർട്ട് ബീറ്റ് വരും? ഗൈസ് എന്നെ എങ്ങനെ അടിച്ചത്? ഞാൻ അതിൻ്റെ അകത്തായിരുന്നു. ഫോർ റിയൽ ഗൈസ്. എനിക്ക് അവിടെ പോയി ഇനി മിസ്സിങ്. ഞാൻ കട്ടിങ് പ്ലെയറിന് കൊണ്ടാണ് പോയത്. എനിക്ക് ആ സാധനം ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു ഗൈസ്. എനിക്ക് പ്ലേ ഹൗസിൻ്റെ കീ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പ്ലേ ഹൗസിൻ്റെ ഫിഗർ എങ്ങനെയാണ് ഗൈസ് ഫിക്സ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് വയ്യാണ്. നമ്മൾ നേരെ മേളിലോട്ട് വരാം. നമ്മൾ ഗ്രാനി ജസ്റ്റിക്കണോ? ഒരു സെക്കൻഡ്, ഇവിടെ വല്ലോ ഞാൻ മിസ് ചെയ്താ? അങ്ങോട്ട് ഗൈസ്. ഇവിടെ വല്ലോ ഒന്നുമില്ല ഗൈസ്. നമ്മൾ നേരെ മേളിലോട്ട് കയറുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ ജസ്റ്റ് നമ്മൾ കയറുന്നു. ചത്ത ഗൈസ്. ഞാൻ അങ്ങനെ ചത്ത. ഇത് ബോധമൊന്നുമില്ലേ? ഇത് എത്രാമത്തോണാണ് ഗൈസ് ചാവുന്നത്? നമ്മൾ പൊട്ടനാണ് ഗൈസ്. നമ്മൾ കുറെ നാളായിട്ട് ചത്തോണ്ടിരിക്കുകയാണ്. ഇതെന്ത് കഷ്ടമാണ് ഗൈസ്. നമ്മൾ ചത്തോണ്ടേയിരിക്കുന്നു. നമ്മളെ ചാനലിൻ്റെ പേരാണ് റൈഫിൾ ഗെയിമിംഗ്. എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ സീ യു സൂൺ ഗൈസ്. നാളെ തന്നെ എന്തായാലും ഉറപ്പ് അടുത്ത വീഡിയോ വരും. നാളെ തന്നെ എസ്കേപ്പ് ആവുകയും ചെയ്യും ഗൈസ്. ബൈ.